നമ്മൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു രഹസ്യം. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും രഹസ്യം പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ ഒരു പ്രത്യേക രഹസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് പാവന രഹസ്യം. പാവനമെന്ന് പറഞ്ഞാൽ വിശുദ്ധം എന്നാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് പാവനമെന്ന് പറയുന്നു. മുമ്പുള്ള ആളുകൾക്ക് അതേക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനെ രഹസ്യമെന്ന് വിളിച്ചത്. ഈ രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ദൈവത്തിൻ്റെ ദൂതന്മാരായ മാലാഖമാർ പോലും ആഗ്രഹിച്ചു. ആ രഹസ്യം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പണ്ട് വളരെ പണ്ട് ദൈവം ആദ്യത്തെ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. ആദം എന്നും ഹവ്വ എന്നുമായിരുന്നു അവരുടെ പേരുകൾ. ദൈവം അവർക്ക് ജീവിക്കാൻ മനോഹരമായൊരു തോട്ടമുണ്ടാക്കി കൊടുത്തു. അതിൻ്റെ പേരാണ് ഏദൻ തോട്ടം. അതായിരുന്നു അവരുടെ വീട്. പക്ഷേ ആദാമും ഹവ്വയും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാലോ. ആദാമും ഹവ്വയും ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് പറുദീസ നഷ്ടമായി. എന്നാൽ ഈ ഭൂമിയെ മുഴുവനും മനോഹരമായൊരു പറുദീസയാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും സന്തോഷത്തോടെ എന്നും സുഖമായി ജീവിക്കും. ദൈവം പറുദീസ കൊണ്ടുവരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പണ്ടെന്നും ആളുകൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാരണം അതൊരു രഹസ്യമായിരുന്നു. യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ ആളുകൾക്ക് ഈ രഹസ്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ രഹസ്യം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണെന്ന് അവൻ പറഞ്ഞു. ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കണമെന്നും യേശു ആളുകളോട് പറയുമായിരുന്നു. ദൈവരാജ്യം ഭൂമിയെ മനോഹരമായ ഒരു പറുദീസയാക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ രഹസ്യം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? ദൈവത്തെ അനുസരിക്കുന്നവർ മാത്രമേ ആ പറുദീസായിൽ ഉണ്ടായിരിക്കൂ. ദൈവത്തെ അനുസരിച്ച ഒരുപാട് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിത കഥകൾ ബൈബിളിലുണ്ട്. നമുക്കും അവരെ പോലെ ദൈവരാജ്യം സ്വന്തമാക്കാം.